ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ ചെയ്യാൻ പോകുന്നത് സീയും പിന്നെ ഹോമിയോ മരുന്നിൻ്റെ കുപ്പിയും വെച്ചിട്ടുള്ള ക്രാഫ്റ്റാണ്. നിങ്ങൾക്ക് ഹോമിയോ മരുന്നിൻ്റെ കുപ്പി തന്നെ എടുക്കണമെന്നില്ല, ചെറിയ ഏത് ബോട്ടിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു CD എടുക്കണം. ഞാനിപ്പോൾ പഴയ എൻ്റെ ഒരു CD ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ പേപ്പർ ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമ്മൾ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് മുറിച്ചെടുക്കുക. നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കണം. അതിനകത്തോട്ട് കുറച്ച് ഫെവിക്കോൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ബ്രഷാണ്. മിക്സ് ചെയ്യുമ്പം നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഫുള്ളും മിക്സ് ചെയ്തിട്ടുണ്ട്. കാണിച്ചു തരാൻ വേണ്ടി ഇതുപോലെ ഫുള്ളായിട്ട് മിക്സ് ആവണം. എന്നിട്ട് ഇത് നമുക്ക് നമ്മുടെ CDയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഫുൾ ടിഷ്യൂ പേപ്പറും ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ CD ഫുള്ളും ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നടുക്കത്തെ ഭാഗത്ത് ഒരു 2-3 ലെയർ ഒട്ടിക്കണം. എന്നാലേ അതിനൊരു തിക്നെസ് കിട്ടുള്ളൂ. കാരണം അവിടെ ഒരു ഹോൾ ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരു 2-3 ലെയർ ടിഷ്യൂ പേപ്പർ അവിടെ ഒട്ടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുന്ന സമയത്ത് ഇത് കീറാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുമ്പോൾ അതിൻ്റെ അറ്റത്തൊക്കെ ബാക്കി വന്നിരിക്കുമല്ലോ, അത് അതിൻ്റെ പുറകോട്ട് വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ CD ഫുൾ കവറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ചെറിയ ബോട്ടിൽ എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഹോമിയോ മരുന്നിൻ്റെ ബോട്ടിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ കുഞ്ഞ് ഏത് ബോട്ടിൽ വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ആ ബോട്ടിലിൻ്റെ പുറകിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഫെവിക്കോളാണ് അപ്ലൈ ചെയ്യുന്നത്. ഏറ്റവും നല്ലത് ഗ്ലൂ ഗൺ അല്ലെങ്കിൽ ഫെവി ബോണ്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. ഫെവിക്കോൾ ഒട്ടാനായിട്ട് നല്ല പാടായിരിക്കും, കുറച്ച് നേരം എടുക്കും ഇത് ഒട്ടണമെങ്കിൽ. പക്ഷേ ഗ്ലൂ ഗണ്ണൊക്കെ പെട്ടെന്ന് ഒട്ടിക്കോളും. ഇനി നമുക്ക് ഈ ബോട്ടിലും ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫെവിക്കോളും വെള്ളം മിക്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ടിഷ്യൂ പേപ്പറും എടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഈ ബോട്ടിൽ ഫുള്ളായിട്ട് കവറാവുന്ന രീതിയിൽ ഫുള്ളും ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഫുള്ളും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു നീളമുള്ള ടിഷ്യൂ പേപ്പർ എടുക്കുക. എന്നിട്ട് അതിനകത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫെവിക്കോളും വെള്ളവും കൂടെ കുറച്ച് നമുക്ക് കൈ വെച്ച് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ ടിഷ്യൂ പേപ്പർ നന്നായിട്ട് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു ത്രെഡിൻ്റെ രൂപത്തിലാണ് കിട്ടുന്നത്, കണ്ടോ? ഇതുപോലെ ഒരു 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ നല്ലതായിട്ട് തന്നെ നമുക്ക് കിട്ടും. നിങ്ങളുടെ കയ്യിൽ എയർ ഡ്രൈ ക്ലേ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇതുപോലെ ഒരു ത്രെഡ് പോലെ റോൾ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു ത്രെഡ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫെവിക്കോള് CDയുടെ അറ്റത്ത് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച വള്ളി ഇതിനകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാനുണ്ടാക്കിയ ത്രെഡ് തികഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ വേറെ ഒരെണ്ണം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ ഇതിനകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ത്രെഡൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഫുള്ളും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിലിൻ്റെ മേൽവശത്ത് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ത്രെഡ് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ അടിഭാഗത്തും ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിഭാഗത്തും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാക്ക് അക്രിലിക് കളറാണ് എടുക്കേണ്ടത്. അത് എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ CDയിലും ബോട്ടിലും ഫുള്ള് അപ്ലൈ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഫുള്ളും കളർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിലിൻ്റെ നടുക്ക് ഒരു പൂവിൻ്റെ ഷേപ്പിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പരിപ്പ് ഇതിനകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കാം.
നിങ്ങൾക്ക് ഏത് ഡെക്കറേഷനിൽ വേണമെങ്കിലും ഇത് ഒട്ടിക്കാം. പൂവിൻ്റെ ഷേപ്പിൽ മാത്രമല്ല വേറെ ഏതും ഡിസൈനിലും നിങ്ങൾക്ക് ഇത് ഒട്ടിക്കാം. ഇപ്പോൾ നമ്മൾ പരിപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വള്ളിയിലും നമ്മുടെ പരിപ്പിലും കളർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗോൾഡ് കളറാണ് എടുക്കുന്നത്. ഞാനൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇത് നമ്മുടെ പരിപ്പിലും പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ത്രെഡിലും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഗോൾഡിന് പകരം ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ ഫുൾ ഗോൾഡ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഒട്ടിച്ച ടിഷ്യൂ പേപ്പറിലേക്ക് കുറച്ച് ഗോൾഡ് ടച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഗോൾഡിന് പകരം മെറ്റാലിക് ബ്രോൺസ് അങ്ങനെയുള്ള ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗോൾഡ് വെച്ച് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ മെറ്റാലിക് ബ്രോൺസും കൂടെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മെറ്റാലിക് ബ്രോൺസും കൂടെ അടിച്ചപ്പോൾ കുറച്ചും കൂടെ ഭംഗി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ പുറകിൽ ഒരു നൂല് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വോളിലൊക്കെ തൂക്കാം. നമുക്ക് ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഉള്ളിൽ ഫ്ലവേഴ്സൊക്കെ ഇട്ട് വയ്ക്കാം. ഒരു നല്ലൊരു വോൾ ഫ്ലവർ വേസ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ലൊരു ക്രാഫ്റ്റായിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.